ഇറാനും സഖ്യസേനകളും, അതായത് ലബനൻ, യമൻ, ഇറാഖ്, ഒപ്പം തന്നെ തുർക്കി അടങ്ങുന്ന സഖ്യ സേനകളും ഇസ്രയേലിന് നേർക്ക് വലിയ ആക്രമണം അഴിച്ചു വിടുമെന്നുള്ള വാർത്തകൾക്ക് തൊട്ടു പിന്നാലെ വീണ്ടും മുൻപ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ അബ്രഹാം അലയൻസ് ഉടൻ തന്നെ രൂപീകരിക്കാനുള്ള നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നു. നാറ്റോ സഖ്യത്തിന് തുല്യമായ ഒരു സഖ്യമാണ്. അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന രാജ്യങ്ങൾ, നാറ്റോയ്ക്ക് സമാനമായ ഒരു സൈനിക സഖ്യം. ആ സഖ്യത്തിലൂടെ ഈ ഭീഷണി, ഇസ്രായേലിന് നേർക്ക് ഉയരുന്ന ഭീഷണികളെ തച്ചു തകർക്കുക എന്നുള്ള അബ്രഹാം അലയൻസ് ആണ്. ഇതിനെക്കുറിച്ച് US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. ഇത് അന്ന് തന്നെ വലിയ വിവാദമായി മാറിയെങ്കിൽ ഇപ്പോൾ അത് കാര്യങ്ങൾ കുറച്ചുകൂടി മുൻപോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അമേരിക്ക അവരുടെ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഈ പശ്ചിമേഷ്യയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങൾ കൂടി ഈ സഖ്യത്തിലേക്ക് വരിക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ മുൻപോട്ട് നീങ്ങുന്നത്. കാരണം മറുഭാഗത്ത് ഇറാനും ലബനനും യമനും ഇറാഖും സിറിയയും തുർക്കിയും അടങ്ങുന്ന സഖ്യ സേനയാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടാതെ തന്നെ ഇവിടെയുള്ള അനവധി ഭീകര ഗ്രൂപ്പുകളും ഉണ്ട്. അങ്ങനെ ഒരു സംയുക്ത ആക്രമണം ഉണ്ടായാൽ ഒരു വമ്പൻ തിരിച്ചടിയിലേക്ക് നീങ്ങും. അതിന് മുന്നോടിയായിട്ടാണ് അബ്രഹാം അലയൻസ് കൊണ്ടുവരാനുള്ള ശ്രമം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.